അല്ലേ? ഈ മാല അല്ലെങ്കിൽ മൗലിദ്, ബെയ്ത്ത് എന്നൊക്കെ പറഞ്ഞ സംഗതി ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, മഹാത്മാക്കളുടെ കീർത്തനമാണ്. നമ്മുടെ നാട്ടിലെ ശൈലി അനുസരിച്ച് മൗലിദ് എന്ന് പറയും. എപ്പോ നമ്മൾ ആദ്യം കുറച്ച് പദ്യം പറയാം, ഗദ്യമായിട്ട് കുറച്ച് പറയും, ഒരു ഹദീസ് ഓതുക എന്ന് പറയും. അതിനുശേഷം കുറച്ച് പദ്യം പറയും. ഇപ്പൊ നമ്മൾ മങ്കൂസ് മൗലിദ് പോലെ സുബ്ഹാനല്ലദീ അസ്റാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അതിനുശേഷം ഒരു പദ്യം. അങ്ങനെ ഗദ്യ പദ്യ സമ്മിശ്രമാകുമ്പോൾ നമ്മൾ മൗലിദ് എന്ന് പറയും. അറബി ഭാഷയിലുള്ള കീർത്തനമാണെങ്കിൽ നമ്മൾ വരും ബെയ്ത്ത് എന്ന് പറയും. അതുകൊണ്ടാണ് ബുർദ ബെയ്ത്ത്, ബദർ ബെയ്ത്ത്, ഇങ്ങനെ ഉണ്ടല്ലോ. ഇങ്ങനെ ബെയ്ത്ത് എന്ന് പറയും. അതെപ്പോഴാ? അത് ഖുത്ബിയ്യത്ത് ബെയ്ത്ത്. എന്താ കാരണം? അറബിയിലുള്ള കീർത്തനമാകുമ്പോൾ അതിന് ബെയ്ത്ത് എന്ന് പറയും. പിന്നെ മാല എന്ന് പറയും. അതെപ്പോ? അത് അറബി അല്ലാത്ത, അറബി മലയാളത്തിലുള്ള അല്ലെങ്കിൽ അറബി അല്ലാത്ത ഭാഷയിൽ മഹാത്മാക്കളുടെ കീർത്തനം നടത്തുമ്പോ അതിന് മാല എന്നും പറയും. സംഗതി മൂന്നും ഒന്നെന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആശയപരമായി മഹാത്മാക്കളുടെ കീർത്തനമാണ് ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളത്.